സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാറ തോമസ് എഴുതിയ നാർമടി പുടവ. കേശവൻ നായർ ദമ്പതികളുടെ പുറകെ സഞ്ചിയും തൂക്കിപ്പിടിച്ച് ബസ്സിൽ നിന്നും പുറത്തു കടന്നപ്പോൾ അത്തിമ്പേർ തൊട്ടു മുൻപിൽ നിൽപ്പുണ്ട്. മിസ്റ്റർ മൂർത്തി, ഇതാ നിങ്ങളുടെ സിസ്റ്റർ ഇൻ ലോയെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം, യാത്രയിൽ മുഴുവൻ നിരാഹാരവ്രതമായിരുന്നു. എത്ര നിർബന്ധിച്ചിട്ടും ഒരു കാപ്പി പോലും കുടിച്ചില്ല. അതുകൊണ്ട് വഴിയിൽ തളർന്നു വീണാൽ ഞങ്ങളെ പഴിക്കരുത്. അത്തിമ്പേരുടെ തോളിൽ തട്ടി ചിരിച്ചുകൊണ്ട് കേശവൻ നായർ പറയുകയാണ്. തന്നെക്കുറിച്ച് ആ പരാമർശം വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. പക്ഷേ നിശബ്ദം സഹിക്കുകയല്ലേ നിവൃത്തിയുള്ളൂ. വരട്ടെ കനകം. യാത്രയിൽ കൂട്ടുണ്ടായിരുന്നതുകൊണ്ട് മുഷിയാതെ കഴിഞ്ഞു. മിസ്സിസ് കേശവൻ നായരും ലോഹ്യം പറഞ്ഞു തിരിഞ്ഞതും മനസ്സിൽ ഒരു ചാഞ്ചല്യം. അത്തിമ്പേരുടെ കൂടെ തനിയെ പോകുന്നത്. കസ്തൂരി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തീരെ സുഖമില്ലാതെ കിടപ്പായിരിക്കുമോ? നീ ഈ വഴിയിലെ ഒന്നുമേ ശാപ്പിടലേ? അത്തിമ്പേരാണ്. ഒന്നും മിണ്ടിയില്ല. இப்போ உனக்கு ரொம்ப பசிக்குமே, முதல்ல ஏதாவது சாப்பிடலாம். വേണ്ട, എനിക്കിപ്പോൾ പശി കിടയാത്. വീട്ടിക്ക് പോയി സാപ്പിട്ടാ പോതും, സങ്കോചത്തോടെ പറഞ്ഞു. അത് ചുമ്മാ, മണി 3க்கும் മേലാകരുത്. ഏതാവത് സാപ്പിടതാ വേണം. കൊച്ചിനിക്ക് ബസ് വറതുക്ക് ரொம்ப നേരമാകും. പറയുന്നതിനിടയ്ക്ക് തന്നെ അത്തിമ്പേർ അടുത്തുള്ള പോറ്റി ഹോട്ടലിലേക്ക് നടന്നു കഴിഞ്ഞു. പിന്തുടരുകയല്ലാതെ എന്താണ് നിവൃത്തി? വീതി കുറഞ്ഞ മേശയ്ക്കരികിൽ അത്തിമ്പേരുടെ എതിരെ ഇരുന്നപ്പോൾ മനസ്സിൽ ആകെ കൂടെ ഒരു അപരിചിതത്വം. ഹോട്ടലിൽ ആദ്യമായി കയറുകയാണ്, വിശേഷിച്ചും അത്തിമ്പേരുടെ കൂടെ ഒറ്റയ്ക്ക്. അത്തെ എങ്ങാനും അറിയാനിടയായാൽ ഓർത്തപ്പോൾ തന്നെ ഉള്ളു കിടുങ്ങി. കോഫിയോടെ കൂടെ ഉനക്ക് ദോശയോ ഉപ്പുമാവോ ഏത് വേണമോ അത് അന്ത പയ്യങ്കിട്ടേ ചൊല്ല്. വിളമ്പുകാരൻ അടുത്തു തന്നെ ഓർഡർ കാത്തു നിൽക്കുകയാണ്. കാഫി മാത്രം പോരും, പരിങ്ങലോട് പറഞ്ഞു. അതെപ്പടി പോരും? വെറും കാഫിയിലെ പശിയടങ്ങുമാ? അങ്ങേ ഒരു ഉപ്പുമാ കൊടു, എനിക്ക് വടയും ജിലേബിയും. അയാൾ പോയി കഴിഞ്ഞപ്പോൾ അത്തിമ്പേർ തൻ്റെ നേരെ തിരിഞ്ഞു. മുഖം പ്രസന്നമായിരുന്നു. കസ്തൂരിയുടെ സുഖവിവരത്തെപ്പറ്റി ഇനിയെങ്കിലും പറയുമെന്നാണ് കരുതിയത്. അങ്ങോട്ട് കയറി ചോദിക്കുക തന്നെ. കസ്തൂരിയോടെ ഉടമ്പ് എപ്പടി ഇருக்கு? മുന്തി മാതിരിതാ. വീട്ടുവേല എപ്പടിയെല്ലാമോ ചെയ്യരുത്. അതും മട്ടെന്താ, ഏതാവത് രുചിയാ സാപ്പിടണമാനാ ഞാൻ ഹോട്ടലുക്ക് താ പോണം. ഒട്ടും പ്രാധാന്യമർഹിക്കാത്ത ഏതോ വിവരം നൽകുന്നത് പോലെ പറയുകയാണ്. സ്നേഹത്തിൻ്റെ ഊഷ്മളത നഷ്ടപ്പെട്ട ആ വാക്കുകൾ മനസ്സിൻ്റെ തെളിച്ചം ചോർത്തിക്കളഞ്ഞു. അപ്പോൾ ഭാര്യയുടെ ആരോഗ്യത്തെക്കാൾ സ്വന്തം ആഹാരകാര്യത്തിലാണോ അത്തിമ്പേർക്ക് കൂടുതൽ താല്പര്യം? മനസ്സിൽ കടുത്തു വന്ന ആ ചിന്തയെ ഉടനടി അമർത്തി. വന്ന പാടെ അത്തിമ്പേറെ വിലയിരുത്താൻ തനിക്ക് എന്ത് കാര്യം? കസ്തൂരി അപൂർവം പറഞ്ഞു കേട്ടിട്ടുള്ളതിൽ കൂടുതൽ അറിവൊന്നും അദ്ദേഹത്തെപ്പറ്റി തനിക്കില്ലല്ലോ. അവരുടെ വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ പലതായെങ്കിലും നേരെ ചൊവ്വേ ഒന്നും മിണ്ടിയിട്ട് കൂടിയില്ല. അല്ലെങ്കിലും കസ്തൂരിയോടുള്ള സ്നേഹ താല്പര്യങ്ങൾ കൊണ്ടല്ലേ തന്നെ കോളേജിൽ അയക്കാനുള്ള മഹാമനസ്കത കാണിച്ചത്? മേശപ്പുറത്ത് വിഭവങ്ങൾ നിരന്നിരുന്നു. ഉപ്പുമാവ് തൊണ്ടയിൽ കൂടെ ഇറങ്ങാൻ പ്രയാസമുള്ളതുപോലെ. എതിരെ ഉഴുന്നുവട ചട്നിയിൽ മുക്കി അത്തിമ്പർ സ്വാദോടെ കഴിക്കുകയാണ്. നീ വരുവെന്ന് എനിക്ക് നിശ്ചയം ഇരുന്നത്, ഒരു ജേതാവിനെ പോലെ തുറന്ന ചിരിയോടെയാണ് പറഞ്ഞത്. ഇங்கே എറണാകുളത്തിലെ വാടകയ്ക്ക് ഒരു ചിന്ന വീട് പാത്തിണ്ടിരിക്കെ. ഏൻ തെരിയുമാ? തൻ്റെ അജ്ഞതയെ എടുത്തു പറയാതെ മൗനം ദീക്ഷിച്ചതേയുള്ളൂ. ഉനക്ക് കോളേജിലേക്ക് പോക സൗകര്യമായിരിക്കുന്നതാക. ഏതോ രഹസ്യം താനുമായി പങ്കിട്ട രസത്തോടെന്ന പോലെ പൊട്ടിച്ചിരിച്ചു. BA ഇங்கே പഠിക്കലാം. ഉൻ അക്കാക്ക് ഉദവിയായിരിക്കും, ചെലവും കുറയും. തൻ്റെ ഭാവി തീരുമാനിച്ചതുപോലെ പറയുകയാണ്. അതൊരു ചർച്ചാ വിഷയമാക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. കസ്തൂരിയുടെ രോഗത്തിന് ആശ്വാസം കണ്ടാലുടൻ വീട്ടിലേക്ക് താൻ മടങ്ങുന്നതാണ് തൽക്കാലം പറയേണ്ടതില്ലല്ലോ. നീ കസ്തൂരിക്ക് ലെറ്റർ പോട്ടിരുന്നതേ പരീക്ഷയിലെ നന്നായി എഴുതിയിരുന്നതാക. അപ്പോ കട്ടായം ഉനക്ക് ക്ലാസ് കിടക്കും ഇല്ലയാ? ഉനക്ക് എന്നാ സബ്ജക്റ്റ് പ്രിയം? നീ BAയിലെ മാത്സ് എടുക്കണമെന്ന് എന്ന അഭിപ്രായം. ബോട്ട് ജെട്ടിക്ക് സമീപമുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കൊച്ചിക്കുള്ള ബസ് കാത്തു നിന്നപ്പോഴും തൻ്റെ പഠിത്തമായിരുന്നു സംസാര വിഷയം. അതോ പാര്, അത് താ മഹാരാജാസ് കോളേജ്, അത് വന്ന് ബോയ്സ് കോളേജ്. ബസ് സ്റ്റാൻഡിന് എതിരെയുള്ള തലയെടുപ്പുള്ള കെട്ടിടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു.
ஆனா உன்னதான் அங்கே பாய்ஸோட அனுப்ப மாட்டேன். നീ വന്ന് ഗേൾസ് കോളേജിലെ ചേരലാം എന്നാ. അത്തിമ്പേർ പറഞ്ഞതിലൊന്നും ശ്രദ്ധ ഉറച്ചു നിന്നില്ല. ഈ ബസ് സ്റ്റാൻഡിലെ ആൾത്തിരക്കിൽ ഒരു പുരുഷനോടൊപ്പം ഒറ്റയ്ക്ക് നിൽക്കുന്നത് അത്തിമ്പേരാണെന്ന് ആരാണറിയുക? വല്ലാത്ത സങ്കോചം. എത്രയും വേഗം കസ്തൂരിയുടെ അടുത്ത് എത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ. സമയം ഉച്ചിന്റെ വേഗത്തിലാണോ നീങ്ങുന്നത്? തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് യാത്ര ചെയ്തപ്പോൾ ഇതിലും പെട്ടെന്ന് നേരം പോയി കിട്ടിയെന്ന് തോന്നി. കസ്തൂരിയെയും കാഞ്ചനയെയും കാണാൻ കണ്ണുകൾ കഴയ്ക്കുകയാണ്. കൊച്ചി ബസ് സ്റ്റോപ്പിൽ വണ്ടി എത്തിയപ്പോൾ ഒരു യുഗം കഴിഞ്ഞതുപോലെ. ഇനിയും കൊഞ്ച ദൂരം നടന്നാൽ പോരും. സംസാരം ലോഹ്യത്തിൽ തന്നെയായിരുന്നു. താൻ കണക്കാക്കിയിരുന്നത് പോലെ ഗൗരവക്കാരൻ അല്ലെന്ന് തോന്നുന്നു. അത്തിമ്പേരുടെ പിന്നാലെ നിശബ്ദം നടന്നു നീങ്ങുകയായിരുന്നു. ഇங்கே எல்லாமே உனக்கு புதுசாയിരിക്കും. இதுவரையும் நீ கிராமத்திலே உன்னோட ஜனங்களுக்கிட்டே இருந்திருக்கே. നമ്മ പക്കത്തിലെ എല്ലാം ഗുജറാത്തികൾ താ. പരമസുഖം. ഒരുത്തരും നമ്മ കാര്യത്തിലെ തലയിടമാട്ട. മെയിൻ റോഡിൽ നിന്നും വളഞ്ഞു പോകുന്ന വീതി കുറഞ്ഞ വഴി. എങ്കിലും വഴിപോക്കരുടെ എണ്ണത്തിന് കുറവൊട്ടില്ല താനും. മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ സംസാരിക്കുന്നവർ അവിടവിടെ കൂടിക്കിടക്കുന്ന ചപ്പും ചവറും ഒഴിവാക്കി നടന്നു. അന്തരീക്ഷത്തിൽ മലിനജലം കെട്ടിക്കിടക്കുന്ന ഓടയുടെ ദുർഗന്ധം ശുചിത്വത്തിന്റെ പര്യായമായി കണക്കാക്കാവുന്ന തങ്ങളുടെ തെരുവ്. കാലത്തും വൈകിട്ടും തൂത്തു തെളിച്ച് കോലം വരച്ച് മൂടി പിടിപ്പിച്ച തെരുവിലേക്ക് തുറക്കുന്ന വീട്ടുനടകൾ. രണ്ടു വഴികളും തമ്മിലുള്ള അന്തരം ഓർക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. രണ്ടു കൂറ്റൻ കെട്ടിടങ്ങളുടെ ഇടയിലുള്ള ഇടക്കുവഴിയിലെ അത്തിമ്പേർ തിരിഞ്ഞു. പാത അവസാനിക്കുന്നിടത്ത് തകരകേറ്റുള്ള ഓടിട്ട കെട്ടിടം. ചുറ്റും മതിലുപോലെ മെടഞ്ഞ ഓല കുത്തിമറിച്ചിട്ടുണ്ട്. അതോ പാര്, അതുതാ നമ്മ വീട്, അത്തിമ്പേർ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു. കാലുകൾക്ക് വേഗത കൂടി. വെളിയിൽ നിന്നും അത്തിമ്പേർ കൈയെത്തി ഗേറ്റിന്റെ കൊളുത്തെടുക്കുന്ന ശബ്ദം കേട്ടപ്പോഴേ നടവാതിൽ തുറന്നു കഴിഞ്ഞു. വാതിൽപ്പടിയിൽ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കസ്തൂരിയെ ഒന്നേ നോക്കിയുള്ളൂ. കണ്ണുകൾ നിറഞ്ഞുപോയി. കവിളുകൾ ഒട്ടി, തോളലുകൾ പൊന്തി, കണ്ണുകളുടെ താഴെ കറുപ്പ് പടർന്ന്. ഉള്ളു തുറന്ന ആ ചിരിക്ക് മാത്രം മാറ്റം വന്നിട്ടില്ല. തന്നോടുള്ള വാത്സല്യവും പഴയപടി തന്നെ. ഇടത് കൈ തോളിലൂടെ ഇട്ട ചേർത്ത് പിടിച്ച് വലത് കൈകൊണ്ട് കവിളുകൾ തലോടിക്കൊണ്ട് പറയുകയാണ്. ഏമ്മാ, മുഖം വാടിയിരിക്കേ. യാത്ര ரொம்ப കഷ്ടമായിരുന്നതാ. വാ, ഉള്ളേ വാ. കുളിച്ച് കാപ്പി സാപ്പിട്ടാ കൊഞ്ചം ശരിയായിരിക്കും. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നോട് കാട്ടാറുള്ള അതേ കരുതലും സ്നേഹവും കണ്ണുകൾ അറിയാതെ വീണ്ടും നിറഞ്ഞു. കാഞ്ചന എങ്കേ? അവളെ കാണവേ ഇല്ലേ? ശബ്ദം പതറാതെ അത്രയും ഒരു കണക്കിന് പറഞ്ഞു. പാവം, തൂങ്ങിപ്പോയിട്ടാ. കാലയിലേ ഇരുന്ന് ഉനക്കാக കാത്തേണ്ടിരുന്നു. എതുക്ക് നീ വന്തിയേ? ரொம்ப സന്തോഷം. അപ്പാ ഉന്നെ അനുപ്പുവാനോന്ന് സന്ദേഹമായിരുന്നത്. പുറംതിരിഞ്ഞപ്പോൾ കണ്ണുകൾ മിഴിച്ചുപോയി. മുട്ടോളം എത്തുന്ന പട്ടിന്റെ മിനുസമുള്ള ആ തലമുടി എവിടെ? ഈ പരുവത്തിൽ അത്ത കാണാൻ ഇടയാകാതിരിക്കട്ടെ. ഒരു മുടിയിഴ പോലും പൊട്ടിക്കാതെ എത്ര ശ്രദ്ധയോടെ അവർ ചീകി കെട്ടിക്കൊണ്ടിരുന്ന തലമുടിയായിരുന്നു ഇപ്പോൾ തലയ്ക്ക് പുറകിൽ ഒരു എലിവാൾ കണക്കെ. ഈ ക്ഷീണം സംഭവിക്കത്തക്കവണ്ണം എന്ത് സുഖക്കേടാണ് പിടിപെട്ടിരിക്കുന്നത്? ഗുരുതരമായ എന്തെങ്കിലും? മനസ്സിൽ തിങ്ങിക്കൂടിയ സംശയങ്ങൾ പണിപ്പെട്ട് നിയന്ത്രിച്ചു. അത്തിമ്പേർക്ക് അഹിതമായ ഒരു വാക്കും തന്നിൽ നിന്ന് വന്നുകൂടാ. എന്നത്തുക്ക് അഴറായിടി, ലെറ്റർ പാത്ത് ഭയந்துട്ടളാ. അപ്പടി ഒന്നും മോശമായി ഇല്ലേ ഉടമ്പ്? നീ വന്നപ്പോവേ എനിക്ക് സുഖമായിട്ടത് എന്ന് തോന്നരുത്. ഞാനും അതേതാൻ ചൊല്ലറേൻ. ഉന്നെ കണ്ടപ്പോ താനേ ഉനക്ക് അക്കാവോടെ വ്യാധി ഗുണമായിട്ടിത്. താൻ വന്നതുകൊണ്ട് കസ്തൂരിയുടെ രോഗം തന്നെ മാറിക്കഴിഞ്ഞു എന്ന് രണ്ടുപേരും മാറി മാറി പറഞ്ഞത് തന്റെ ആശ്വാസത്തിന് മാത്രമല്ലേ? അത്തിമ്പേർ അകത്തു പോയി ടോർച്ചുമായി വന്നു. ഉൻ തങ്കേ തുണയായിരിക്കേ, ഇന്നക്ക് ഞാൻ ശീഘ്രം വരവേണ്ടാമേ. മറുപടി കാത്തു നിൽക്കാതെ അത്തിമ്പേർ പോയി കഴിഞ്ഞു. എവിടേക്കാണോ? വാ, ഉള്ളേ വാ കനകം. കാപ്പി പോടുറേൻ. ഉനക്കാകതാ ലാഡുവും ജിലേബിയും വാങ്ങി വെച്ചിരിക്കേൻ. തന്നെ സൽക്കരിക്കാനുള്ള പുറപ്പാടാണ്. ഞൊടിയിടയിൽ തനിക്ക് കുളിക്കാൻ തോർത്തും സോപ്പും എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞു. അർത്ഥം മനസ്സിലാക്കാനാവാതെ നോക്കി നിന്നുപോയി. പ്രത്യേകിച്ച് ഒരസുഖവും ഇല്ലാത്തതുപോലെയുള്ള പെരുമാറ്റം. പക്ഷേ ഈ പരീക്ഷീണ മുഖം വിളിച്ചു പറയുന്നത്, ഹോ, എന്താണ് താൻ മനസ്സിലാക്കേണ്ടത്? സകല നിയന്ത്രണങ്ങളും ചിതറിപ്പോയി. കസ്തൂരി, ഉൻ ഉടമ്പൊക്കെ എന്നാ ആച്ച്? ഉണ്മയെ ചൊല്ല്. എങ്കിട്ട് ഒന്നും മറക്കാതെ.
വീണ്ടും മനസ്സ് തുറന്നുള്ള ആ ചിരി. ഏമാ, എന്നെ നമ്പ മാട്ടാങ്കറേ, ഞാൻ ചൊന്നാനേ எனக்கு ஒன்றும் இல்லைன்னு அப்பாவுக்கு அப்படி எழுதி நான் தானே உன்னை இங்க அனுப்பவா. எதுக்கா நீ வந்தியே? ரொம்ப സന്തോഷം. ഉൻ പഠിപ്പയും ഇനി നിർത്ത വേണ്ട. അപ്പോൾ അപ്പ തന്നെ ഇവിടെ അയക്കാൻ വേണ്ടി മാത്രമായിരുന്നോ കസ്തൂരിക്ക് തീരെ സുഖമില്ലെന്ന് എഴുതി അയച്ചത്? തന്നെ എറണാകുളത്ത് പഠിപ്പിക്കണമെന്ന കാര്യവും രണ്ടുപേരും തീരുമാനിച്ചുറച്ചു എന്നാണല്ലോ തോന്നുന്നത്. തന്റെ പഠിത്തത്തിനു വേണ്ടി എന്നല്ല, ഒരു കാര്യത്തിനും അത്യംപേറെ ബുദ്ധിമുട്ടിക്കരുതെന്ന് മനസ്സിൽ ഏതാണ്ട് നിശ്ചയപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള വിവരം കസ്തൂരിയോട് സാവധാനം പറഞ്ഞ് മനസ്സിലാക്കുകയല്ലേ നല്ലത്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഭർതൃഗൃഹത്തിൽ നിന്നും വിധവയായി എത്തിയ എട്ടും പൊട്ടും തിരിയാത്ത കനക എന്ന പെൺകുട്ടിയല്ല താനിപ്പോൾ. കോളേജ് വിദ്യാഭ്യാസം തൻ്റെ ചിന്താഗതിക്ക് എത്രയധികം മാറ്റം വരുത്തിയിരിക്കുന്നു. പരസഹായം കൂടാതെ ജീവിക്കണമെന്ന ആശയം തന്നിൽ ഒരു ആവേശമായി തുടങ്ങിയിട്ട് നാളുകളായി. പക്ഷേ അതിനുള്ള മാർഗം തെളിഞ്ഞു വന്നത് ശങ്കരി മാമി രാജാമണിക്ക് കണക്ക് പറഞ്ഞു കൊടുക്കുവാൻ ഏർപ്പാട് ചെയ്തപ്പോൾ മാത്രമാണ്. മാസാവസാനം 10 രൂപയുടെ ഒരു പുതിയ നോട്ട് ശങ്കരി മാമി തൻ്റെ കയ്യിൽ വെച്ച് നീട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷം, ആത്മസംതൃപ്തി. 4-5 കുട്ടികൾക്ക് ട്യൂഷൻ നൽകിയാൽ തനിക്കൊരു വരുമാന മാർഗമാകുമല്ലോ. ശങ്കരി മാമിയോട് ആലോചിച്ച് അങ്ങനെ ഒരു സംരംഭം തുടങ്ങണമെന്നൊക്കെ കരുതിയിരുന്നപ്പോഴാണ് കസ്തൂരിയുടെ എഴുത്ത് വന്നത്. താൻ വേണ്ടെന്ന് തീർത്തു പറഞ്ഞിട്ടും കുളിച്ചു വന്നപ്പോൾ കസ്തൂരി കാപ്പിയും പലഹാരങ്ങളും നിരത്തി കാത്തിരിക്കുകയാണ്. വിശപ്പ് തീരെ തോന്നിയില്ല. എങ്കിലും കസ്തൂരിയെ മനസ്താപപ്പെടുത്തണ്ട എന്ന് കരുതി എല്ലാം തന്നെ കഴിച്ചു. വാ, ഉന്നെ വിട്ടേ കാട്ടറേൻ. ജാസ്തി ഒന്നും പാക്കൃതക്ക് ഇല്ലാട്ടാലും കൈപിടിച്ച് കൊണ്ട് തന്നെ എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞു. കസ്തൂരിയുടെ ഉത്സാഹത്തിൽ പങ്കുചേരാൻ ശ്രമിച്ചു. കണ്ടു പരിചയിച്ചതിൽ നിന്നും വ്യത്യസ്തമായ വീട്, ചുറ്റുപാടുകൾ. അപ്പ പറഞ്ഞത് എത്ര ശരിയാണ്. തികച്ചും അപരിചിതമായ അന്തരീക്ഷം. അവയോട് ഇണങ്ങിച്ചേരാൻ മനസ്സ് മടിക്കുന്നത് പോലെ. വീതി നന്നേ കുറഞ്ഞ് നീണ്ടു കിടക്കുന്ന വരാന്തയിലേക്ക് തുറക്കുന്ന 2 മുറികൾ. അതിൽ ഇടുങ്ങിയ ചെറിയ മുറി അവരുടെ കിടപ്പറ. വിസ്താരമുള്ള മറ്റേ മുറിയുടെ പുറകിലായി ഒരു ചെറിയ അടുക്കളയും പുറം വരാന്തയും. വീടിനു ചുറ്റും പേരിനു വേണ്ടിയുള്ള മുറ്റം തികച്ചും ശൂന്യം. പാദത്തിൽ ഒട്ടിപ്പിടിക്കുന്ന അഴുക്കിന്റെ നിറമുള്ള പൂഴിമണൽ. ഗണപതിക്ക് മാല കെട്ടി ചാർത്താൻ 2 ചെമ്പരത്തിപ്പൂക്കൾ പോലും പറിക്കാനില്ല. തുളസിത്തറയും ഇല്ലെന്നോ? തുളസിത്തറയില്ലാത്ത ബ്രാഹ്മണഗൃഹം. എന്തോ പന്തികേട് പോലെ മനസ്സിൽ തറച്ചത് താൻ ഉറക്കി പറഞ്ഞു പോയി. ഇത്തരത്തിലുള്ള ഒരു വീട് തിരഞ്ഞെടുത്തതിൽ താൻ അത്യംപേറെ കുറ്റപ്പെടുത്തുകയാണെന്ന് തോന്നിയിട്ടാണോ കസ്തൂരി ഉടനെ അതിനുള്ള വിശദീകരണത്തിന് പുറപ്പെട്ടത്? കോയമ്പത്തൂരിൽ നിന്ന് സ്ഥലം മാറി കൊച്ചിയിൽ വന്നപ്പോൾ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഗുജറാത്തി സുഹൃത്തിനോടാണ് വീട് തിരക്കാൻ ഏൽപ്പിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത്. അയൽപ്പക്കത്തൊക്കെ ഗുജറാത്തികളാണ്. പിന്നെ പിറകുവശത്ത് ഉടുപ്പിട്ട കുറേ കറുത്ത മദാമകൾ. പക്ഷേ ഈ വക കാര്യങ്ങളിലൊന്നും അത്യംപേർക്കൊരു വിഷമവും ഇല്ല. മദ്രാസിൽ പഠിച്ചയാളല്ലേ, പരിഷ്കാരിയാണ്. ഒന്നും മിണ്ടാനോ കയറിയിറങ്ങാനോ അയൽപ്പക്കത്തെന്നല്ല, അടുത്തെങ്ങും ഒരു ബ്രാഹ്മണഗ്രഹം ഇല്ലാത്ത വിഷമം കസ്തൂരിക്കേയുള്ളൂ. മനസ്സ് വിട്ട് പേശറതുക്ക് ആളില്ലാത്തത് ரொம்ப കഷ്ടമായിരുന്നത്. ഇപ്പോ നീ വന്നതിനാലേ അന്ത കവല തീർന്നത്. സംസാരം കേട്ടിട്ടാവണം കാഞ്ചന ഉണർന്നു വന്നു കഴിഞ്ഞു. തന്നെ കണ്ടപ്പോൾ ആകെ സന്തോഷമായി. ചിത്തി എന്ന് വിളിച്ച് മടിയിൽ കയറി ഇരിപ്പുമുറച്ചു. പാര്, എപ്പടി ശീക്രം അവൾ ഉന്നെ തെരിഞ്ഞിട്ടാ? ഇതതാ രത്തപ്പാശെന്ന്. കാഞ്ചന, വാമാ, ഇപ്പടി ഇരുന്നാ പോതുമാ? ഉന്നെ നന്നാ കുളിപ്പാട്ടി ജോറാ ഡ്രസ് പണി ചിത്തിക്ക് അനുപ്പറേൻ. എന്താ? കാഞ്ചന തന്റെ കഴുത്തിൽ പിടിച്ചിരുന്നതേ ഉള്ളൂ. ഓഹോ, അമ്മ വേണ്ട, ചിത്തി കുളിപ്പാട്ടിട്ടും. അവൾ ചുണ്ടുകൾ കുറുമ്പിച്ച് കൊഞ്ചി പറഞ്ഞു. വേണ്ട വേണ്ട, ചിത്തിയെ തൊന്തര പണ്ണാതെ ഇങ്ക വാ. ഇന്നയ്ക്ക് മട്ടും ചിത്തി ചുമ്മാ ഇരിക്കട്ടും. തന്റെ മടിയിലിരുന്ന കാഞ്ചനയെ പൊക്കിയെടുക്കാൻ ശ്രമിച്ചപ്പോഴേക്കും കസ്തൂരി കിതച്ചുപോയി. എന്ന കസ്തൂരി, ഉനക്കെന്നാ? വേവലാതിയോടെ തിരക്കി. പറവാലേ, ചില നേരം ഇപ്പടിതാ. കനമാ ഏതാവത് വേലപ്പെണ്ണിനാ ഇപ്പടി മൂച്ചു മുട്ടു വന്തിതും. കൊച്ചു കാഞ്ചനയെ എടുക്കുന്നത് കനത്ത ജോലിയാണോ? അത്രയും ആയാസപ്പെട്ടതുകൊണ്ട് ശ്വാസം മുട്ടൽ വരുമോ? വിമ്മിഷ്ടം പുറത്തു കാട്ടാതെ പുഞ്ചിരിക്കാൻ ശ്രമിക്കുകയാണ് കസ്തൂരി. മുഖം വിളർത്തു കഴിഞ്ഞു.
നെറ്റിയിൽ കൂടെ ഒലിച്ചിറങ്ങുന്ന വിയർപ്പുചാലുകൾ പരിഭ്രമത്തോടെ നടപ്പടിയിൽ താങ്ങിയിരുത്തി. എന്തു ചെയ്യണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. നീ ഭയന്തോട്ടാ? എനിക്കൊന്നുമില്ലേ. 5 നിമിഷം പുറത്താ, തനിയെ ശരിയായിടും. മേശപ്പുറത്ത് കിടന്ന വിശറിയെടുത്ത് വീശിക്കൊണ്ട് നിന്ന തന്നെ സമാധാനിപ്പിക്കാനാണ് അപ്പോഴും ശ്രമം. ക്രമേണ മുഖത്തെ വിയർപ്പ് മാറി, കിതപ്പ് കുറഞ്ഞു. അപ്പോഴാണ് തനിക്ക് ശ്വാസം നേരെ വീണത്. കൊഞ്ചം മുന്നാടി എങ്കിട്ടേ ചൊല്ലിയതെല്ലാം പൊയ്താ ഇല്ലയാ? ഇപ്പോ ആവത് സത്യത്തെ ചൊല്ല് കസ്തൂരി. ഉനക്ക് ഉടമ്പുക്ക് എന്നാ ഡോക്ടർ എന്നാ ചൊന്നാ? എങ്കിട്ടെ ഒന്നും മറയ്ക്കാതെ. തന്റെ സ്വരത്തിലെ പരിഭ്രമവും വ്രണിതഭാവവും തിരിച്ചറിഞ്ഞിട്ടാവണം പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് പറഞ്ഞത്. നീ ഇപ്പടി ഭയന്നിട്ടാലോ? എനിക്ക് ഇരുമലേ ജ്വരമോ ഒന്നും കിടയാതെ പിന്നെ ഡോക്ടറെ കാണിക്കണം. ചില നേരം ഇപ്പടി മൂച്ചുമുട്ട് വന്നിടും. അവളവതാ അത് പറവാലേ. ഏതുക്ക് നീ വന്തിയേ? ഇനി എനക്കൊന്നുമേ കവലയില്ലേ. കസ്തൂരി പറയുന്നത് പോലെ ചുമയും പനിയും ഒന്നുമില്ലാതെ ചിലപ്പോൾ ശ്വാസം മുട്ടൽ വരുന്നത് കാര്യമാക്കേണ്ടതില്ലെന്ന് സമാധാനപ്പെടാൻ കഴിഞ്ഞില്ല. തന്നിൽ നിന്നും എന്തൊക്കെയോ ഒളിച്ചു വെക്കുകയല്ലേ. സ്വന്തം ആരോഗ്യത്തെപ്പറ്റി ഈ വീണ്ടും വിചാരമില്ലാത്തത് എന്താണ്? അത്യംപേർക്കും ഈ കാര്യത്തിൽ ഉത്കണ്ഠയില്ലെന്നോ? ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുകയില്ലായിരുന്നോ? അപ്പോൾ കസ്തൂരിയോട് സ്നേഹമില്ലെന്നോ? ഹോ, താൻ എന്തിനാണ് ഇത്തരത്തിലൊക്കെ കടന്നു ചിന്തിക്കുന്നത്? ഭാര്യയ്ക്ക് സഹായമാകുമെന്ന് കരുതി മാത്രമല്ലേ തന്നെ ഇങ്ങോട്ട് വരുത്തിയത്? യാഥാർത്ഥ്യം എന്താണെന്ന് തനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ ഇനിയും കഴിയുന്നില്ലല്ലോ. പക്ഷേ ഒരു കാര്യം മാത്രം ബോധ്യമായി. പ്രത്യേക ശ്രദ്ധയോടെ സംരക്ഷിക്കേണ്ടതാണ് കസ്തൂരിയുടെ ആരോഗ്യം. എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുമകൾ. കസ്തൂരിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കാഞ്ചനയുടെ ഭാവി? അങ്ങനെയൊരു ദുർവിധി ഈ കുടുംബത്ത് വന്നുകൂടാ. ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയപ്പോൾ മുതൽ വരേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നിയിരുന്ന മനശ്ചാഞ്ചല്യം അകന്നു മാറി തുടങ്ങി. തന്റെ സാന്നിധ്യം ഇവിടെ ആവശ്യമാണ്. ഇങ്ങനെ നിസ്സാരമായി തള്ളേണ്ടതല്ല കസ്തൂരിയുടെ രോഗം. എത്രയും വേഗം വിദഗ്ധനായ ഒരു ഡോക്ടറെ കാണിച്ചേ തീരൂ. അത്യംപേർ അറിഞ്ഞു ചെയ്തില്ലെങ്കിൽ കസ്തൂരിക്ക് അങ്ങോട്ട് ആവശ്യപ്പെടാമല്ലോ. പക്ഷേ ആ കാര്യത്തെപ്പറ്റി താൻ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ കസ്തൂരിയുടെ മുഖം മങ്ങി. എന്നെ കല്യാണം പണ്ണിன்றതേ അവർക്ക് പെരിയ തൊല്ലേ. സമയത്തുക്ക് ചാപ്പാട് കൂടെ എന്നാലെ പണ്ണ മുടിയറുതില്ലേ. എന്ന ചൊല്ലറുത് ഒരു പുരുഷനുക്ക് ചെയ്യ വേണ്ടിയ കടമ ഏതാവുമേ. പെട്ടെന്ന് ചുണ്ടുകൾ കടിച്ചു നിർത്തി വേഗം വിഷയം മാറ്റി. ഇന്ത മാതിരി പേച്ച് ഇതോട് നിർത്തലാം. കാഞ്ചനയോടെ മുഖത്തെ പാത്തിയാ? കസ്തൂരിയെ പറ്റിച്ചേർന്ന് എല്ലാം ശ്രദ്ധിച്ചു കേട്ടുകൊണ്ട് കാഞ്ചന നിൽക്കുകയാണ്. ആ കുരുന്ന മുഖത്ത് ആശങ്കയുടെ കാളിമ. അവൾ ഇപ്പടിതാ എന്നാൽ അഴമുടിയാത്. എൻ മുഖം മാറീനാ അവൾ മുഖവും മാറും. അമ്മാക്ക് ഒന്നുമില്ലടി കണ്ണേ. കസ്തൂരി കാഞ്ചനയെ അണച്ചു പിടിച്ച് ചുംബിച്ചു. ഹൃദയം വിങ്ങി വേദനിക്കുകയായിരുന്നു. പാവം കസ്തൂരി. ആ തുറന്ന പുഞ്ചിരിയുടെ മറവിൽ ഒരു ദുഃഖസാഗരം ഒതുക്കി നിർത്താൻ പാഴ്ശ്രമം നടത്തുകയാണ്. നീ ശൊന്നപടി ഉൻ ചിത്തിയെ ഉന്നെ ഇന്നിക്ക് കുളിപ്പാട്ടിട്ടും എന്നാ? പറയാത്ത താമസം അവൾ തൻ്റെ കൈകളിലേക്ക് തുള്ളിച്ചാടി. അത്താഴം കൊടുത്ത് ഉറക്കിയതും താൻ തന്നെയായിരുന്നു. അടുത്ത ഭാഗം നാളെ.